ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മനുഷ്യൻ്റെ അത്യാഗ്രഹങ്ങൾ കാരണം ഇന്ന് നമ്മുടെ പരിസ്ഥിതി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, ആഗോളതാപനം എന്നിവ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു. ഒരുവിധം പറഞ്ഞാൽ എന്ത് കഷ്ടം അല്ലേ? നമ്മൾ സംരക്ഷിക്കണ്ടേ നമ്മുടെ അമ്മയാകുന്ന ഈ പ്രകൃതിയെ? അതെങ്ങനെയെന്നല്ലേ? അതിലേക്കുള്ള മാർഗത്തിനായി ഒരു കുഞ്ഞു കഥ ഞാൻ പറഞ്ഞു തരാം. പണ്ടൊരിക്കൽ പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ നമ്മളെ പോലെയുള്ള ഒരു കൊച്ചു മിടുക്കി അമ്മുവും അവളുടെ മുത്തശ്ശനും താമസിച്ചിരുന്നു. ആ ഗ്രാമത്തിന്റെ മുന്നിലൂടെ ഒരു വലിയ പുഴ ഒഴുകിയിരുന്നു. അതിരുകളിൽ കാറ്റിലുലയുന്ന മരങ്ങളും പക്ഷികളുടെ പാട്ടും മണ്ണാറക്കണ്ണന്മാരുടെ ഓട്ടവും ആ ഗ്രാമത്തെ മനോഹരമാക്കി. ഒരു ദിവസം അമ്മു അവളുടെ മുത്തശ്ശനോടൊപ്പം പുഴക്കരയിൽ ഇരിക്കുമ്പോൾ അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. പുഴയിൽ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും ഒഴുകി നടക്കുന്നു. മരങ്ങളൊക്കെ വെട്ടിമാറ്റി അവിടെ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയരുന്നു. അമ്മു സങ്കടത്തോടെ മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ, പണ്ടൊക്കെ നമ്മുടെ ഗ്രാമം എത്ര മനോഹരമായിരുന്നു, ഇപ്പോൾ എന്താണ് ഈ കാണുന്നത്? പുഴയ്ക്ക് എന്തു പറ്റി? മുത്തശ്ശൻ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, മോളെ, മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കായി പ്രകൃതിയെ മറന്നു. മരങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ പക്ഷികൾക്ക് വീടില്ലാതായി. പുഴയിൽ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞപ്പോൾ പുഴ മലിനമായി. പ്രകൃതി നമ്മെ സ്നേഹിക്കുന്നു, എന്നാൽ നമ്മൾ അവയെ നശിപ്പിക്കുകയാണ്. അമ്മുവിന് കാര്യം മനസ്സിലായി. അവൾ പ്രതിജ്ഞ ചെയ്തു, ഞാൻ എൻ്റെ പ്രകൃതിയെ സംരക്ഷിക്കും. അങ്ങനെ അമ്മു കൂട്ടുകാരെയെല്ലാം കൂട്ടി ഒരു ഗ്രീൻ ടീം ഉണ്ടാക്കി. അവർ ഗ്രാമത്തിലെങ്ങും മരങ്ങൾ നട്ടു. പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. വീടുകളിൽ ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങൾ ഉപയോഗിച്ച് പച്ചക്കറിത്തോട്ടങ്ങൾ ഉണ്ടാക്കി. അല്പം കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലേക്ക് മഴ പെയ്തു. പക്ഷികൾ വീണ്ടും പാടാൻ തുടങ്ങി. പുഴ തെളിഞ്ഞൊഴുകി. പ്രകൃതി വീണ്ടും പുഞ്ചിരിച്ചു. അമ്മുവിൻ്റെ ഈ ചെറിയ പ്രവർത്തനം ഗ്രാമവാസികൾക്ക് മുഴുവൻ പ്രചോദനമായി. നമ്മളും ഓർക്കുക, പ്രകൃതിയാണ് നമ്മുടെ ജീവൻ. ഒരു തൈ നടാം, നമുക്ക് ജീവവായുവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും കാത്തു സൂക്ഷിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളിക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിയായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിന ആശംസകൾ. നന്ദി, നമസ്കാരം.